ക്യൂബയിൽ നിന്ന് നേരിട്ട് വന്നിറങ്ങി കേരള ബജറ്റിനെ അവലോകനം ചെയ്യാൻ പോവാണ് ചിന്ത. കൊല്ലത്തേക്ക് പോയിട്ടുമില്ല അല്ലേ? ഇല്ല, കൊല്ലത്തേക്ക് പോയില്ല. പക്ഷെ കൊല്ലത്തേക്ക് ഇപ്പോൾ ഒരുപിടി സന്തോഷമായിട്ടല്ലേ പോകുന്നത്. കാരണം മന്ത്രി വളരെ താല്പര്യത്തോടു കൂടി കൊല്ലത്തെ കണ്ടിട്ടുണ്ട്. വലിയൊരു ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ കൊല്ലത്തിനൊരു വലിയ അതിപ്പം നമുക്ക് തോന്നുന്നു ചരിത്രകാലം മുതൽ തന്നെ കൊല്ലത്തിന്റെ ഒരു പ്രാധാന്യമുണ്ട്. അത് പലപ്പോഴും അവഗണിക്കപ്പെടുന്നുണ്ട്. കൊല്ലത്തിനൊരു വലിയ ബാക്കിയുള്ളവരെ അല്ല, ബാക്കി എല്ലാവർക്കും പരിഗണന കിട്ടുന്നതിനോടൊപ്പം ഞാൻ പറയുന്നത് കുറെ കാലങ്ങളായി തഴഞ്ഞു കിടന്ന ഒരു ഇടമായിട്ടാണ് നമ്മൾ കൊല്ലത്തെ കാണേണ്ടത്. കാരണം കൊല്ലത്തിന് കാലാകാലങ്ങളിലായി ഉണ്ടായിരുന്ന ഒരു പ്രൗഢി അവിടെ ഉണ്ടായിരുന്ന, ഇപ്പം പണ്ടുണ്ടായിരുന്ന വ്യവസായ രംഗത്തുണ്ടായിരുന്ന വളർച്ചയായാലും അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള മറ്റ് പുരോഗതികളെല്ലാം ഒരു ഘട്ടം വന്നപ്പോൾ അവിടേക്ക് ഒരു ഫോക്കസ് കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ കൊല്ലത്തിൻ്റെ ആ ഒരു പ്രൗഢി തിരിച്ചു പിടിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് വലിയ ഒരുപാട് പദ്ധതികൾ ഇപ്പം നമുക്കറിയാം. ഇപ്പം ശാസ്താംകോട്ട ഇക്കോ ടൂറിസം ആയാലും അതേപോലെ തന്നെ നീണ്ടകര മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ സന്തോഷമുണ്ടാകുന്ന ഒരുപാട് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കാലങ്ങളായി അവർ മുമ്പോട്ട് വെച്ചതൊക്കെ അംഗീകരിക്കപ്പെടുന്നു. ഒരു വലിയ പ്രോജക്റ്റിന്റെ പൈലറ്റ് കൊല്ലത്താ കൊടുത്തിരിക്കുന്നത്. IT പാർക്ക് കൊല്ലം നഗരസഭയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു. കൊട്ടാരക്കര IT പാർക്കിന്റെ വരാൻ പോകുന്നു. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനിൽ ചേർത്ത് വയ്ക്കേണ്ട ഒന്നാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. അപ്പം അവിടെ കൊല്ലം ആസ്ഥാനമായിട്ടുള്ള ഓപ്പൺ സർവകലാശാലയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഇത്. അതുപോലെ തന്നെ നമ്മുടെ വിഴിഞ്ഞം കൊല്ലം പുനലൂർ ആ ട്രയാങ്കിളിനെ കുറിച്ച് പറയുമ്പോൾ അതെ, അതിൽ കൂടുതലും ഞങ്ങളാണ് കൊട്ടാരക്കര പുനലൂരും എല്ലാത്തിലും കയറിയിട്ടുണ്ട്. ബജറ്റിൽ പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഒരു പുതിയ കിൻഫ്ര പാർക്കൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഇൻഫ്രയുടെ ഇൻഡസ്ട്രിയൽ / ഫുഡ് പാർക്ക് ഏകദേശം 5 കോടി അതിന് വകയിരുത്തൽ ഫൈൻ പ്രിന്റ് നോക്കിയാൽ കാണാം. അതെ, അപ്പം അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇപ്പം പ്രത്യേകിച്ച് ഒരു പ്രാദേശികമായി ചൂണ്ടിക്കാണിക്കുന്നതല്ല, പക്ഷേ കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിനുണ്ടായിരുന്ന ഒരു ആവശ്യം അത് നല്ല വിധത്തിൽ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളൊരു അഭിമാനം തീർച്ചയായിട്ടും ജനിച്ചു വളർന്ന ആ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള നിലയിൽ. അതേപോലെ യൂത്തിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ അറിയാം, സ്റ്റാർട്ടപ്പ് മിഷന് 10 കോടി അധികം അനുവദിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ IT-യുടെ വളർച്ചയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതാണ്. ഇപ്പം മന്ത്രി വരുമ്പോൾ എനിക്ക് പറയേണ്ട കാര്യമാണ്. കാരണം മന്ത്രി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ജീറിയാട്രിക് നമ്മുടെ വയോജനങ്ങളെ സംബന്ധിച്ചുള്ള അദ്ദേഹം പലപ്പോഴും അത് അടിപൊളി ക്യാപ്ഷൻ വന്നിട്ടുണ്ട്, ന്യൂ ഇന്നിങ്സ് എന്ന് പറഞ്ഞിട്ട്. അതെ, അത് രസമായിട്ടുണ്ട്. അതെ, അദ്ദേഹം എപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഞാൻ പല പൊതുയോഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കേരളത്തിലെ വയോജന ജനസംഖ്യ വർദ്ധിക്കുന്നതിനെക്കുറിച്ച് അത് പലരും ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ പറയുമ്പോൾ അതങ്ങനെയല്ല, അവർ നമ്മൾ ചേർത്ത് നിർത്തേണ്ടവരാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി തന്നെ അത് പറയുകയും അതിനുവേണ്ടിയുള്ളൊരു ന്യൂ ഇന്നിങ്സ് എന്നുള്ളത് വലിയ ഒരു കേരളം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു മാതൃകയായി അത് വരികയാണ്.